ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ കമ്മീഷൻ വന്നത് തന്നെ ബി ജെ പിക്ക് വോട്ട് കൃത്രിമൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രിയും അതുപോലെ അമിത്ഷായും ചേർന്ന് ഒരു കമ്മീഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞത് 3 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം തിരഞ്ഞെടുക്കണമെന്നാണ്. അതിൽ സുപ്രീം കോടതി ജഡ്ജി ഒഴിവാക്കിയിട്ട് പകരം കൊണ്ടുവന്നിരിക്കുന്നത് അമിത്ഷായാണ്. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രിയും അമിത്ഷായും ചേർന്നൊരു കമ്മീഷൻ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ്? ഇഷ്ടംപോലെ കൃത്രിമം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കണമല്ലോ. ഇവിടെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കെല്ലാം ഒന്നിനും ഇടപെടാതിരിക്കുക എന്നുള്ള നിലപാടല്ലേ കമ്മീഷൻ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര ആക്ഷേപങ്ങൾ പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഇന്നത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടു. ഒരു നോട്ടീസ് പോലും അദ്ദേഹത്തിന് അയക്കാനുള്ള ധൈര്യം കാണിച്ചു. തീയതി എങ്ങനെയാണ് രാജ്യത്ത് പ്രഖ്യാപിക്കുന്നത്? ഗവൺമെന്റ് പറയുന്ന പോലെയല്ലേ? പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിലുള്ള വലിയ അജഗജാന്തരം അത് എപ്പോഴെങ്കിലും നേരത്തെ കേട്ടിട്ടുള്ളതാണോ? ആക്ഷേപങ്ങൾ കേട്ടുവെന്ന് അടിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അതുപോലെ തന്നെ കൂട്ട ഒഴിവാക്കൽ, അതുപോലെ കൂട്ടിച്ചേർക്കൽ, ഇതിലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇലക്ട്രൽ ബോണ്ട് എത്രമാത്രം അന്യായമായിട്ടൊരു കാര്യമാണ്. പണം കൊടുത്ത് ആളുകളെ വോട്ട് മാറ്റുക എന്നുള്ള നിലപാടല്ലേ. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ വിലക്ക് വാങ്ങുന്ന കാര്യം പ്രധാനമായിട്ട് ചെയ്യുന്നത് ബി ജെ പി അല്ലേ. അപ്പോൾ ബി ജെ പി മറ്റെല്ലാ സ്ഥലങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം ഇവിടെ കേരളത്തിൽ എന്തായാലും ഒരു സീറ്റ് ജയിക്കണം എന്നുള്ള താല്പര്യത്തിൽ അവർ ചെയ്തു എന്നുള്ളതാണ് തൃശ്ശൂർ വന്നിരിക്കുന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം. ഇതിലിപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്താ? ബൂത്ത് നമ്പർ 30 ക്യാപിറ്റൽ ഗാർഡൻ, ടോപ്പ് പാരഡൈസ്, ചൈത്രം, ക്യാപിറ്റൽ വില്ലേജ്, ശ്രീശങ്കരി, ഇവിടെയെല്ലാം ഈ ഫ്ലാറ്റുകളെല്ലാം ഇഷ്ടം പോലെ വോട്ട് ചേർക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സഹോദരൻ അടക്കമുള്ള ആളുകളുടെ വോട്ട് ചേർത്ത കാര്യം നിങ്ങളിവിടെ പറഞ്ഞല്ലോ. ഇന്നലെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? പൂങ്കുന്നം ഭാഗം 1 ബൂത്ത് 20 അവിടെയുള്ള ഒരേ ഒരു വോട്ടേ എവിടെയുള്ളൂ. എന്നാൽ അവിടെ 10 വോട്ട് ചേർത്തിരിക്കുന്നു. ആ 9 വോട്ടുകൾ ആരാണ് എന്ന് ആ വീട്ടമ്മ പ്രസന്ന അശോകൻ അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളല്ലേ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ എന്താ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്? പുതിയ വിവരങ്ങൾ എന്താണ്? എനിക്ക് തോന്നുന്നു പ്രകാശ് മാഷ്ക്ക് അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കുറയ്ക്കുക. രാജു, ഇവിടെ ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? അത് ഈ സുഭാഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ അജയകുമാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഇതിനൊക്കെ ഒരു ഉത്തരവാദി ഉണ്ടാകേണ്ടേ? നാം പൊതുവിൽ ഇതിനൊക്കെ ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറയുമ്പോഴും അതിന് വേണ്ട കരുക്കൾ നീക്കിയ ഒരു ഉത്തരവാദി ഉണ്ടല്ലോ. അയാളെപ്പറ്റി കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? അയാൾ ഏതു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയെന്നതാണ്? അല്ല, ആ നീക്കങ്ങൾ ഇന്ന് കണ്ടല്ലോ. മാധ്യമങ്ങളെ കാണുമ്പോഴത്തേക്ക് പോലീസ് കള്ളൻ പോലീസിനെ പേടിച്ച് ഓടിപ്പോകുന്ന പോലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടിപ്പോകുന്ന ഉത്തരവാദിത്വമുള്ളവരാണ് അത്തരത്തിൽ മുങ്ങി നടക്കുക. ഈ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുന്നവരാണ് മുങ്ങി നടക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വാർത്തകൾ ഉണ്ടാകുമ്പോൾ അവിടുന്ന് ജയിച്ച MP കേന്ദ്രമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഇതേ സംബന്ധിച്ച് എന്താണ് കാര്യങ്ങൾ എന്ന് വിശദീകരിച്ചാൽ മതിയല്ലോ.